താഴെ വീഴുന്നതാണ്. അപ്പോൾ ഇത് ജാതിക്കായും അതുപോലെ തന്നെ ഇതിൻ്റെ റെഡ് കളറിലിരുന്ന ജാതിപത്രി എന്ന് പറയും. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഉണക്കിയാണ് കൊടുക്കുക. അപ്പോൾ ചേച്ചിയും പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പിറക്കുന്നതാണ്. അപ്പോൾ കരികിലയുടെ ഇടയ്ക്കൊക്കെ കിടപ്പുണ്ടാവും ഇത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഒന്ന് നോക്കി പറക്കി എടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ ഇത് പറിച്ചെടുക്കും. മൂത്തത് വെച്ചിട്ട് മൂത്ത ജാതിക്ക പറിച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ വേർതിരിച്ചെടുക്കും. അതിൻ്റെ കുരു വേർതിരിച്ചെടുക്കാറുണ്ട്. പിന്നെ ഈ ജാതിക്കയുടെ തൊണ്ട് നമ്മൾ അച്ചാറിടാൻ, അതുപോലെ ചമ്മന്തി അരയ്ക്കാൻ, പിന്നെ തീയിലൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു പുളിപ്പും അതുപോലെ ചെറിയൊരു ചവർപ്പോടും കൂടി ഉള്ളതാണിത്. അപ്പോൾ നമ്മൾ പച്ചയ്ക്ക് തിന്നാലൊരു ടേസ്റ്റ് ഉണ്ട്, ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ളതുണ്ട്.